അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ബാക്കിലത്തെ ആ ഒരു സംഭവമില്ലേ, അത് കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഒരു പ്രേതാലയം പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അതൊരു പഴയ വർക്ക്ഷോപ്പാണ്. ഇപ്പം അതിൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ അതങ്ങനെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു ഫിലിം ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഹൊറർ മൂവിയൊക്കെ എടുക്കാൻ പറ്റിയൊരു സംഭവമായി മാറിയിട്ടുണ്ട് അല്ലേ. നല്ലൊരു ലൊക്കേഷനാണല്ലേ അത് കാണുമ്പോൾ. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ റംസാൻ ഡേ 14 അല്ലേ. ഓക്കെ, 15ാമത്തെ ദിവസമാണ്. 13, അയ്യോ ടോട്ടൽ ഞാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഇന്ന് എത്രാമത്തെ നോമ്പാണെന്നുള്ളത് കേട്ടോ. നോമ്പ് എത്രാമത്തെ എന്നുള്ളത് പോലും മറന്നുപോയോ ഞാൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ ഫസ്റ്റ് തന്നെ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി വാഷിങ്ങിന് ഇടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പോയിടണം. ഇപ്പം ഉണ്ടല്ലോ രാവിലെ ഇങ്ങനെ വൈകിട്ടാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയമില്ലാത്ത പോലായി മാറുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ വേഗം പോയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചൊക്കെ ഇടണം. അപ്പം നിങ്ങളുടെ ഇന്നത്തെ റംസാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്നോട് പലരും ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടേ അതിൻ്റെ റെസിപ്പി എന്താ, ഇതിൻ്റെ റെസിപ്പി എന്താ, ഇങ്ങനത്തെ കുറേ കമൻറ്റ്, അതായത് ചിക്കൻ പക്കോട റെസിപ്പി, സർബത്തിൻ്റെ റെസിപ്പി, മുഹബത്ത് ക സർബത്തിൻ്റെ റെസിപ്പി, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതെല്ലാം ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറ് കേട്ടോ. അതിന് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എടുത്തിട്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എല്ലാവർക്കും ലോങ് വീഡിയോ കാണാൻ ഭയങ്കര ഒരു ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ചിക്കൻ പക്കോട റെസിപ്പി ചെയ്യോ ഇത്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഞാൻ ജസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നോമ്പ് 14 എനിക്കും അറിയാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ 15ാമത്തെ നോമ്പാണെങ്കിൽ ഞാൻ 14ാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ഇവിടെ കാണിക്കുന്നുണ്ട്. ഉഴുന്നും നമ്മുടെ പരിപ്പും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ എന്താ പറയുക, വലിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ചുവന്ന മുളകും ചേർത്തിയെടുക്കണം. അതുപോലെ ഇതിലോട്ട് കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടൈമിൽ ചേർത്താം. പിന്നെ ഞാൻ 2 തക്കാളി. അപ്പോൾ ഇത്രയും ചമ്മന്തി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കണം, പിന്നെ അല്ലാണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ധാരാളം പുതിനയും മല്ലിയിലയും ചേർത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഫ്രഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് ഇതൊന്ന് വഴണ്ട് വരട്ടെ. പിന്നെ നമുക്കിതിലോട്ട് ഒരു ചെറിയ പീസ് പുളിയും എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ചേർത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തി ഒന്ന് വഴണ്ട് വന്ന ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ പീസ് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി 1 സ്പൂൺ ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു മുടി തേങ്ങയാണ്. അപ്പോൾ അതൊന്ന് ചിരവി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. തേങ്ങ വറുക്കേണ്ട ഒരു ഇതൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് വറുക്കണ സംഭവങ്ങൾ. ഇനി നമുക്കിത് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ബജി ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചമ്മന്തി അരച്ച് വെച്ചേക്കുന്നത്. ആ ഒരു ഡിഷ് ഞാൻ നാളെ കാണിക്കുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇത് ഫില്ലിംഗ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പക്കോട ഉണ്ടാക്കിയിട്ടെടുക്കാം. അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, വഴിയെ കാണിക്കാം. സമൂസയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, അത് വിചാരിച്ചിട്ട്. അപ്പം ഞാനിത് അരച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഇതിപ്പോൾ കഴിയണ വരെ എന്തായാലും ഇരിക്കും, പേടിക്കണ്ട. മാസക്കണക്കിനൊന്നും നമ്മളിത് എടുത്തൊന്നും വെക്കില്ലല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് അരച്ചു കൊണ്ടുവന്ന് വെക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് കയറൂല കേട്ടോ. അപ്പോൾ സംഗതി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഒന്ന് ഉണ്ടാക്കി വെക്കണം. നാരങ്ങ വെള്ളത്തിൽ കുറച്ച് മധുരം കമ്മിയാക്കിയിട്ടാണ് ഉണ്ടാക്കണേ. നമ്മൾ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മധുരം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കമ്മിയാക്കി. പിന്നെ കഹാനി ആരുടേതാണ് എന്തുണ്ടല്ലോ കുറേ കാലം ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനിയും എൻ്റെ
ഇതിൽ നിന്നിട്ടില്ല കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. കഹാനി ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ബൊട്ടീക്കാണ്. അവിടെ ബ്രൈഡൽ റെന്റിലും ഉണ്ട്, പാർട്ടി വെയർ, വെസ്റ്റേൺ. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് മെറ്റീരിയലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചന്തേരി, മൽക്കോട്ടൻ, പ്യുവർ ചന്തേരി, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് നമ്മൾ ഒത്തിരി കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ വരിക. ഇനി എനിക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു വ്ളോഗും കൂടെ അതിൻ്റെ ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വലിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു സാധനം ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. എന്താന്നുള്ളത് വഴിയെ കാണാം. പിന്നെ ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ, ഞാനിവിടെ 2 വലിയ ഇതിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇതിലോട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്താൻ മറന്നുപോയി. അതെന്താന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യോ അതോ ഞാനിപ്പോൾ തന്നെ പറയണോ? എന്തായാലും ഞാൻ പറഞ്ഞേക്കാം. ഒരു മുട്ട ചേർക്കണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഉഴുന്നുവടയുടെ ആ ഒരു ലെവലിലാവുമ്പോൾ നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. പരിപ്പ് വടയൊക്കെ എങ്ങനെ ഉണ്ടാവും അങ്ങനെ പരന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. അത് ഇനി മുട്ട ചേർക്കാത്തത് കൊണ്ടുള്ള ടെക്സ്ചറിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പാൽ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് അത് തിളച്ച് കഴിഞ്ഞ് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൂട്ടുകൾ നമ്മളൊരു ബൗളിലോട്ട് എപ്പോഴും മാറ്റി വെക്കാറില്ലേ, അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വേഗം വേഗം ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈദ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കഫ്താന്റെ വില ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര്. നമ്മുടെ ഭയങ്കര ക്വാളിറ്റി ഉള്ള കഫ്താനാണ്, അതുകൊണ്ട് തന്നെ അതിന് 2395 അത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2395 രൂപ. ഗീ ബിസിനസ് ഇല്ലേ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അതങ്ങനെ അതിന്റെ പാട്ടിൽ പോകുന്നുണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡ് മാറ്റിക്കൂടെന്ന്, അത് വുഡിന്റെ കട്ടിംഗ് ബോർഡാണോ? അത് മാറ്റണത് എന്താ? അത് നമ്മള് കത്തി കൊണ്ടൊക്കെ മുറിക്കുമ്പോൾ പല വരകളും ഒക്കെ വരും എന്ന് വിചാരിച്ചിട്ട് അത് കേടുവന്നു എന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കോട ഞാൻ ഉണ്ടാക്കുന്ന രീതിയാട്ടോ കാണിക്കുന്നത്. വലിയുള്ളി, കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ ചിക്കനും ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ നേരത്തെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ട് അതൊന്ന് പിടിച്ചു വരട്ടെ. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അപ്പൊ നമ്മുടെ ചിക്കൻ പക്കോട ഞാൻ പകുതി ഉണ്ടാക്കി വെച്ചിട്ട് പകുതി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം വറുക്കാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ കഴിക്കാൻ വളരെ ചെറിയ രീതിയിലായിട്ട് ഉണ്ടാക്കുള്ളൂ. ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ തന്നെ കഴിക്കുള്ളൂ. ഒരു സാധനം കുറേ ക്വാണ്ടിറ്റി കഴിക്കൂല കേട്ടോ. അങ്ങനെ ഓരോ പിച്ചായിട്ട് ഇട്ടിട്ട് ലോ ടു മീഡിയമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു ചിക്കൻ ഒന്നും വെന്ത് കിട്ടൂല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കോരിയെടുക്കണം കേട്ടോ എണ്ണയിൽ. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. പിന്നെ ജിനി എത്ര വെയിറ്റ് കുറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഫുഡ് കുറച്ചാൽ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ചോറൊക്കെ കഴിച്ച നല്ല ക്ഷീണമാണ്. പിന്നെ ഈ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു മടിയുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ പക്കോട മാറ്റി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ പൊരിക്കണത്. അറിയാണ്ട് കുറച്ച് കൂടുതൽ ക്ലിപ്പായി പോയി അല്ലേ. എന്തായാലും കണ്ട് സഹകരിക്കുക. പിന്നെ നോമ്പ് തുറക്കാൻ ജിനിയുടെ വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല കേട്ടോ, പോയിട്ടില്ല. സ്നാക്കെല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ വേറെന്താ നമ്മളോട് ചോദിക്കണത്, ജിനി എത്ര വെയിറ്റ് കുറഞ്ഞു? ഞാനിപ്പം കറൻ്റ്ലി കുറഞ്ഞത് 76-ൽ നിന്ന് 72.5 ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 70 താഴെങ്കിലും ആയാലേ ഉള്ളൂ നമ്മളൊരു ചേഞ്ച് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഈ തടിച്ച ആൾക്കാർ ഒരു 3-4 കിലോ കുറഞ്ഞിട്ടൊന്നും വലിയ മാറ്റമൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ആ സംഭവമല്ലേ, ഇതുപോലെ പിച്ചി എണ്ണയിലോട്ട് ഇട്ടപ്പം ഇത് പരന്നിട്ട് റൈറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരന്നിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരിപ്പ് വടയുടെ ഒരു ഭംഗിയിലാട്ടോ കിട്ടിയത്. ഇനിയിപ്പോ ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ടാണോ അതോ ഞാൻ ചെയ്തത് ശരിയല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് കുറച്ചധികം ക്രിസ്പി ആക്കിയിട്ട് എടുത്തു. അപ്പോഴേക്കും നമ്മുടെ പക്കവടയൊക്കെ ഞാൻ ഇവിടെ പ്ലേറ്റിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചമ്മന്തി ഇതിലോട്ട് കോമ്പിനേഷൻ ഉണ്ടോന്ന് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇതൊക്കെ ഒന്ന് റിമൂവ് ആക്കി എടുത്തിട്ട് നെക്സ്റ്റ് അധികം എണ്ണ കുടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ടാണോന്ന് അറിയില്ല. ഞാൻ വീണ്ടും നെക്സ്റ്റ് സെറ്റ് വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ.
അങ്ങനെ കംപ്ലീറ്റ് ഞാനിവിടെ വറുത്ത് കോരി എടുത്തു. കാരണം ഇത് നാളേക്ക് എടുത്ത് വെക്കേണ്ട ഒരു ഐറ്റം ഒന്നും അല്ല. വറുത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇടക്കും തലക്കും ഇങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അത് അത്ര വലിയ നല്ലതല്ല നമുക്ക്. പിന്നെ എന്താണ്, ജിനിയുടെ ഫോൺ ഏതാ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഐഫോണിൻ്റെ 14 Pro Max ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. പിന്നെ ബിരിയാണി ആണോ സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട്. അത് അന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഡെമ്മിയിൽ സെറ്റ് ചെയ്ത് കാണിക്കുമോന്ന്, നമ്മുടെ ഡ്രസ്സുകളില്ലേ അത് സെറ്റ് ചെയ്ത് കാണിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഓരോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഡെമ്മിയിൽ സെറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഉപ്പയും അയാനും ഒരുപോലെ തന്നെയാണ്. ഓക്കെ. പിന്നെ ലൊക്കേഷൻ എവിടെ ചോദിക്കുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഏതിന്, നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്? കഫ്താന്റെ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടാണോ? അപ്പോ എൻ്റെ വാട്സപ്പ് ചെറിയൊരു ഇഷ്യൂ ആയിട്ടേ പ്രശ്നത്തിൽ കിടക്കായിരുന്നു. ഇപ്പോഴൊക്കെ ശരിയായിട്ടോ. എന്തോ ഞാൻ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ അയച്ചപ്പം സ്പാം ആയിട്ട് ആരോ റിപ്പോർട്ട് അടിച്ചതാ തോന്നുന്നു. എനിക്ക് പിന്നെ കുറച്ച് മണിക്കൂറിന് നേരത്തേക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ലാസ്റ്റ് കാണിച്ച പീച്ച് ഡ്രസ്സിന് എന്താ വില ചോദിക്കുന്നുണ്ട്. അതിന് എന്താ വില ചോദിച്ചാല് 2000 സംതിങ് ആണ്. കൺഫേം ചെയ്തിട്ട് പറയാട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെയായിരുന്നു. ഞാൻ ഓരോന്നായിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പ്ലേറ്റിലിട്ടപ്പം ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, എന്താ സൗണ്ട്. അപ്പൊ അത് അത്രയും ക്രിസ്പിയാണ്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ഞാൻ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. ഈ ചമ്മന്തി ശരിക്കും കോമ്പിനേഷൻ കുറച്ചുകൂടെ പുളി വേണം കേട്ടോ ഇതിലോട്ട്. കോമ്പിനേഷൻ ചോറ്, ദോശ അങ്ങനത്തേനൊക്കെയാണ്. പക്കവടയ്ക്ക് അത്ര കോമ്പിനേഷൻ ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകൾ അങ്ങനെ ഓവറൊന്നും ഇല്ലല്ലോ. നമ്മളെപ്പോഴും ഒരു മീഡിയം ലെവലിൽ നോമ്പ് തുറക്കുന്ന ആൾക്കാരാണ്. ചില സമയത്ത് ഇതിന്റെ കൂടെ വല്ല പുഡിംഗ് പോലെ കസ്റ്റാർഡിന്റെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എക്സ്ട്രാ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളോട് ആ വൈറൽ സാൻഡ്വിച്ചിന്റെ റെസിപ്പി വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു വിടുന്നുണ്ട്. ഞാൻ പറയണോ വേണ്ടിയോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഒരു റെസിപ്പിനെ കുറെ വ്ളോഗിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് മടുപ്പുണ്ടാവുമല്ലോ. പക്ഷെ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് ഇടല്ലാണ്ട് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ടിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.